നമസ്കാരം. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ തിരുവനന്തപുരത്തെ തെരുവുകളിലൂടെ നടന്നിരുന്നെങ്കിൽ. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം. പക്ഷേ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഐൻസ്റ്റീൻ നമ്മുടെ കേരളത്തിന്റെ ഭാഗമാകാൻ വെറും ഒരു ദൂരം മാത്രം അകലെയായിരുന്നു. വർഷം 1937. ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് ജൂതനായ ഐൻസ്റ്റീൻ പ്രാണരക്ഷാർത്ഥം അമേരിക്കയിൽ അഭയം തേടിയിരിക്കുകയാണ്. ആ സമയത്താണ് കടലുകൾക്ക് അപ്പുറത്ത് അറബിക്കടലിന്റെ തീരത്തുള്ള കൊച്ചു തിരുവിതാംകൂറിന്റെ ഒരു വിപ്ലവം നടക്കുന്നത്. അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്ക് ഒരു വാശിയുണ്ടായിരുന്നു. പുതുതായി തുടങ്ങുന്ന തിരുവിതാംകൂർ സർവകലാശാല വെറും ഒരു സ്കൂൾ പോലെയാകരുത്. അത് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ: ലോകത്തിലെ ഏറ്റവും വലിയ തലച്ചോറിനെ തന്നെ ഇവിടെ എത്തിക്കുക. അമേരിക്കയിലെ പ്രിസ്റ്റണിൽ ഇരുന്ന് പ്രപഞ്ച രഹസ്യങ്ങൾ തേടുന്ന ഐൻസ്റ്റീന്റെ മുന്നിലേക്ക് തിരുവിതാംകൂറിൽ നിന്നുള്ള ആ കത്ത് ചെന്ന് വീഴുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പോലും അമ്പരന്ന് കാണും. തിരുവിതാംകൂർ മുന്നോട്ട് വെച്ചത് സാധാരണമായ ഒരു ഓഫർ അല്ലായിരുന്നു. അന്നത്തെ കാലത്തെ 6000 രൂപ, ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ 10 ലക്ഷത്തിന് മുകളിൽ മൂല്യമുള്ള ശമ്പളം, രാജകീയ പദവി, വൈസ് ചാൻസലർ എന്ന അധികാരം. അദ്ദേഹം എന്ത് ഗവേഷണം നടത്തണം, എന്ത് പഠിപ്പിക്കണം എന്നതിൽ ആരും ഇടപെടില്ല. CP രാമസ്വാമി അയ്യർ ഒരു കരുനീക്കം നടത്തുകയായിരുന്നു. ഐൻസ്റ്റീൻ വന്നാൽ പിന്നാലെ ലോകത്തിലെ എല്ലാ വമ്പൻ ശാസ്ത്രജ്ഞരും കേരളത്തിലേക്ക് വരും. കേരളം ലോകത്തിന്റെ വിജ്ഞാന തലസ്ഥാനമാകും. കത്ത് വായിച്ച ഐൻസ്റ്റീൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? കേരളത്തിലെ പച്ചപ്പും കായലും അദ്ദേഹത്തെ ആകർഷിച്ചു. തീർച്ചയായും അദ്ദേഹത്തിന് ആ ബഹുമാനത്തിൽ വലിയ സന്തോഷം തോന്നി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഐൻസ്റ്റീൻ വിനയപൂർവ്വം ആ ക്ഷണം നിരസിച്ചു. തന്റെ ഗവേഷണങ്ങൾ പൂർത്തിയാക്കാൻ പിസ്റ്റണിലെ ശാന്തത തന്നെ വേണമെന്ന് അദ്ദേഹം കരുതി. ഒരു ഭരണാധികാരിയുടെ വേഷം കെട്ടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആ ഒരൊറ്റ മറുപടിയിൽ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറിമറിഞ്ഞു. ഐൻസ്റ്റീൻ വന്നിരുന്നെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു? കാരണം അതൊരു വലിയ സ്വപ്നമായിരുന്നു. ലോകം ആദരിക്കുന്ന ഒരു പ്രതിഭയെ ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം ധൈര്യവും ദീർഘവീക്ഷണവും അന്ന് നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു. നൊബേൽ സമ്മാന ജേതാക്കൾ തിരുവനന്തപുരത്തെ തെരുവിലൂടെ നടക്കുകയും ഐൻസ്റ്റീൻ തന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വികസിപ്പിക്കുന്നത് കേരളത്തിലെ കായൽക്കാറ്റ് ഏറ്റാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഒരു ചിത്രം നൽകുന്ന ആവേശം ചെറുതല്ല. ഐൻസ്റ്റീൻ വന്നില്ലായിരിക്കാം, പക്ഷേ ആ ശ്രമം എന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നൽകുന്ന ഊർജ്ജം വളരെയധികം വലുതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഐൻസ്റ്റീൻ അന്ന് വന്നിരുന്നെങ്കിൽ നമ്മുടെ നാട് എവിടെ എത്തിയേനെ? വെബ് ഡെസ്ക് തത്വമയി TV.